ഞാനിതൊരു ഹോട്ട് ബാഗ് പരിചയപ്പെടുത്താം. ഇതൊരു ഹോട്ട് ബാഗാണ്. ഞാൻ തിരൂർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹോട്ട് ബാഗാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ട് ബാഗിൻ്റെ പ്രത്യേകത നമ്മൾ കോമൺ ആയിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണ ഒരു സാധനമാണ്. ഇതിലിപ്പം വെള്ളമുണ്ട്. ഞാനിത് ഇന്നലെ ഐസ് ഇട്ടിട്ട് ബോഡി മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണ ആ ഒരു പരിപാടി കുറച്ച് സമയം എടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഇതിനേക്കാളും എളുപ്പത്തിലുള്ള ഈസി സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാകുന്ന ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടി. ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഇതാണ് ആ ഒരു സാധനം. ഇത് എന്താണ്, ഇലക്ട്രോ തെർമൽ വാട്ടർ ബാഗ്. അപ്പോൾ ഇത് കാണാൻ നമുക്ക്, ഇത് ഞാനിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാ. ആ ഒരു കാരണം കൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹോട്ട് ബാഗിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഈ സാധനം എനിക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ എത്രയാണ് വെള്ളം ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് നമ്മൾക്ക് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇനി ഇതിന് കൂടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുള്ളത് ഒരു കേബിളുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു നീഡിൽ വരുന്നുണ്ട്. ഈ നീഡിൽ ഓപ്പൺ ആക്കാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കുത്തി വെച്ചിട്ട് നമുക്ക് വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നല്ല, ഇലക്ട്രോണിക് ആണ്. നമുക്ക് കറണ്ടിൽ കുത്തി വെച്ചിട്ട് ചൂടാക്കുന്ന ഒരു ഐറ്റമാണ്. ഈ ഒരു ബോക്സിൽ കാണിക്കുന്നത് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് വെള്ളം ചൂടാവാൻ ചാർജിങ് ഫോർ 7 to 12 minutes, വാം ഫോർ 2-3 hours. അതായത് ഞാനത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. 7 മുതൽ 12 മിനിറ്റ് വരെ ആണോ ഇത് ചൂടാവാനുള്ള ടൈം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്ലഗ് പിന്നെ വരുന്നത് ഇങ്ങനെയാണ്. കുത്തി വെക്കുന്ന സമയത്ത് ലൈറ്റ് കത്തും. വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും വെള്ളം തിളച്ചിക്കണോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ.